അശ്വമലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ തരുന്നതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് വരും കാലത്തും പൂർവാധികം ശക്തിയോടെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ചെയ്യുന്നതായിട്ട് എല്ലാ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയുമായിട്ട് എന്തെങ്കിലും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ബന്ധുമിത്രാദികളും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു പെയ്ഡ് സർവീസായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. കാരണം സമയത്തിൻ്റെ ഒരു ലഭ്യത മൂലം, നമുക്ക് സമയപരിമിതി മൂലം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നമുക്ക് ഫോണിലൂടെ ഷെയർ ചെയ്യാൻ സാധ്യമല്ല. അതിനാണ് വാട്സപ്പിലൂടെ നമ്മൾ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. ചെറിയ സംശയങ്ങൾക്കൊക്കെ പലരും ഈ നക്ഷത്രങ്ങൾ ചേരുമോ എന്നുള്ള വിവാഹ പൊരുത്തങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ താഴെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാത് വീഡിയോയുടെ അതാത് നക്ഷത്രങ്ങളെല്ലാം 27 നക്ഷത്രങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ പേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. @ഫസ്റ്റോമലയാളം എന്നടിക്കാം, അല്ലെങ്കിൽ എല്ലാ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുമുണ്ട്, അത് പരിശോധിക്കാം. ചാനൽ ലിങ്ക് എല്ലാം ഉണ്ടാവും, അതിൽ കയറി നമുക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. അപ്പോൾ അതാത് വീഡിയോ താഴെ നമ്മൾ ചോദിക്കുന്ന പക്ഷം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, കണ്ട ശേഷം അഭിപ്രായങ്ങൾ പറയുന്നത് നന്നായിരിക്കും. വളരെ ചെറിയ സമയം തന്നെ അതിനുള്ളൂ, 5 മിനിറ്റ്, മാക്സിമം 6 മിനിറ്റ് 7 മിനിറ്റൊക്കെ വരുന്നുള്ളൂ. അത്തരം ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിശദമായിട്ട് തന്നെ ആദ്യം കണ്ട ശേഷം മാത്രം മെസ്സേജ് അയക്കുന്നത് നന്നായിരിക്കും. അത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ തന്നെ മെസ്സേജ് അയക്കുന്നതാണ് നല്ലത്. വാട്സപ്പിൽ നമ്മൾ എല്ലാം ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം പേയ്മെൻ്റ് എല്ലാം ചെയ്ത് ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രമാണ് വാട്സപ്പിലൂടെ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഞാൻ അഭിപ്രായപ്പെടുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് 2024 ഓഗസ്റ്റ് മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ തയ്യാറാക്കിയിട്ടുള്ള മാസഫലങ്ങൾ എന്നുള്ളതായിട്ടുള്ള വീഡിയോ അതെല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ വൈകാതെ വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളത് പരിശോധിക്കുമ്പോൾ, സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചിലവ് ചെയ്യാൻ സാധ്യതയുള്ള മാസമായിട്ട് പറയുന്നു. യാത്രകൾ വരാം, തീർത്ഥാടനങ്ങൾ വരാം. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അല്പം ചിലവഴിക്കേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പൊതുരംഗത്തു നിന്നും എന്തെങ്കിലും ചെറിയ ഒരു മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതകൾ പറയുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തികം നമ്മൾ വേണ്ട രീതിയിൽ ചിലവാക്കണമെന്ന് പറയുന്നു. അധിക ചിലവുകൾ വരാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്. ധനനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠിതാക്കൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് പറയുന്നത്. അലസതയും മടിയും കാര്യങ്ങളും ഒഴിവാക്കിയെടുക്കണം. മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന പക്ഷം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അല്പം തടസ്സത്തിലേക്ക് പോകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. അപ്പോൾ വഴിമാറിപ്പോവാതെ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഉദ്യോഗതലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിലൊക്കെ അധികാരികളുടെ അതൃപ്തി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതല്പം ശ്രദ്ധിക്കണം. വാക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലും ചെറിയ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. കാര്യങ്ങൾ കൺവീൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ക്ഷമാശീലം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലും ഈ മാസത്തിന് ശേഷം നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാവും. കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങളൊന്ന് മാറിക്കിട്ടാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് വളരെ ഷാർപ്പായിട്ടുള്ള വർത്തമാനങ്ങളിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ വരേണ്ടത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ക്രമേണ ഉണ്ടാവും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ പറ്റുന്ന ഒരു മാസമായിട്ട് പറയുന്നു. സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും. ഇഷ്ടഭക്ഷണയോഗം, ഇഷ്ടകാര്യസിദ്ധി, ഇഷ്ടപ്പെട്ട യാത്രകൾ, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നു. പ്രത്യേകം ആരോഗ്യപരിപാലനത്തിൽ ഒരു ചിട്ടയിലേക്ക് വരേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നല്ല വ്യായാമങ്ങളും നല്ല പോഷകാഹാരങ്ങളും എല്ലാം കഴിച്ച് നല്ല ഈശ്വരപ്രീതിക്കുള്ള കാര്യങ്ങളും ദൈവാധീനങ്ങളെല്ലാം ഉണ്ടാക്കി മനഃശാന്തി ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അഭിവൃദ്ധികളും ക്രമേണ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത പറയുന്നു. ഒരു നല്ല കാലഘട്ടം തന്നെയാണ്. വലിയ ദോഷങ്ങൾ പറയുന്നില്ല. പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വർദ്ധിക്കും. ഇഷ്ടകാര്യങ്ങൾ നടക്കും. രാഷ്ട്രീയ കലാസാംസ്കാരിക മേഖലകളിൽ കാര്യപ്പെട്ട വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പം അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും എന്നാണ് കാണുന്നത്. അതൊക്കെ നമുക്ക് ക്രമേണ കൈകൂടി വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് സൂചിപ്പിക്കുന്നു. അതേപോലെ ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല മാസമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷേ പാഴ്ചെലവുകൾ മാത്രം നിയന്ത്രിക്കണം എന്നാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പറയുന്നത്. പക്ഷേ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളാണ് ഈ മാസം പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ ധനവരുമാനം വല്ല ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതിനെ തീർക്കാനായിക്കൊണ്ടുള്ള ഒരു ശ്രമം നടത്തുന്ന പക്ഷം അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ആ ഒരു ചിലവ് ഇങ്ങനെ നമ്മൾ പോകുന്നതുകൊണ്ട് അത് തീർന്നു കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്നും വിജയമുണ്ടാവും എന്ന് പറയുന്നു. കർമ്മരംഗത്ത് പ്രശസ്തി, അംഗീകാരങ്ങൾ, അധികാരലബ്ധി, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നു. ദൂരയാത്രയ്ക്കോ വിദേശത്തോ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കും. നിലവിൽ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഭിവൃദ്ധിയുള്ളൊരു മാസമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും വലിയ ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നില്ല. അപ്പോൾ എല്ലാം നമ്മുടെ ശ്രദ്ധയും കരുതലും കൊണ്ടും നമുക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിക്കൊണ്ട് സാധിക്കും. ദൈവാധീനം ഉണ്ടാക്കി അവരവരുടെ ജപസാധനകളും ഉപാസനാ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾ ഒരു അസംതൃപ്തി, ഒരു പൂർണ്ണതയില്ലായ്മ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അത് ക്രമേണ നമുക്ക് മാറിക്കിട്ടും. അത് കുറച്ചുകൂടി നമുക്ക് സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആവേണ്ട കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ആത്മീയത തിരിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ ജപസാധനങ്ങളിലേക്ക് വേണ്ടി നമ്മൾ മനസ്സ് വെച്ച് ആ ഒരു പൂർണ്ണത അതിൽ നിന്നുണ്ടാവേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അനുഷ്ഠാനങ്ങൾ ചെയ്യുക, ക്ഷേത്രദർശനങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ യഥാശക്തി വഴിപാടുകൾ നമ്മൾ നടത്തുക, പറ്റാവുന്ന ചാരിറ്റികൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കുക, അന്നദാനം ശ്രേഷ്ഠമാണ്, അന്നദാനം ചെയ്യുക, മഹാക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ ചെയ്യുക, വസ്ത്രദാനം, അശരണർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യാനായിക്കൊണ്ടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ നമ്മൾ തൃപ്തി കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അശ്വതിക്കാർക്ക് ജനറലായിട്ടുള്ള ഒരു ഫലമായിട്ട് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നമുക്കൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് സൂചിപ്പിക്കുന്നു. ശത്രുക്കൾ മുഖാന്തരമുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് വിട്ടകലുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നതുകൊണ്ട് നമുക്കൊരു മനസമാധാനം വന്നു ചേരാനുള്ള സാധ്യതകൾ പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് അത്ര കണ്ട് നമുക്കൊരു അഭിവൃദ്ധിയുള്ള ഒരു മാസമായിട്ട് പറയുന്നില്ല എങ്കിലും ക്രമേണ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഈശ്വരാധീനം നമുക്ക് വന്നു ചേർന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യദർശങ്ങൾ നമ്മൾ കാണേണ്ടതില്ല. അതിനെ പ്രാർത്ഥിച്ച് ഈശ്വരാധീനം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്.
അതുപോലെ അകാരണമായിട്ടൊരു ശത്രുഭയം ഉണ്ടാവും. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ശത്രുക്കൾ മുഖാന്തരം നമുക്ക് നഷ്ടങ്ങളോ പരാജയങ്ങളോ സംഭവിക്കുമോ, അപവാദം ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് കുടുംബത്തിൽ വരുമോ എന്നുള്ള ഒരു ഭീതി, ഫ്യൂച്ചറെ പറ്റിയിട്ടുള്ള വല്ലാതൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഈശ്വരൻ ഇവിടെ ഈ സമയത്തെങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാം ഈശ്വരാപാദത്തിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കുക. ചില വ്യക്തിത്വ പ്രതിസന്ധികൾ, അതായത് പ്രവൃത്തി മേഖലകളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ കുടുംബത്തിലായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളിലായിക്കോട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ഒരു അർഹിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അർഹിക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾ നമുക്ക് വരുന്നില്ല. എത്ര കണ്ട് വളരെയധികം പരിശ്രമിച്ചിട്ടും അതിലെത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു സമയത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. ഈ കാലത്ത് ജന്മവ്യാഴം, അതുപോലെ തന്നെ കണ്ടകശനി മുതലായിട്ട് ദോഷങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ കാലം നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും എന്തോ ഒരു ദൈവാധീനം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിത മുജന്മ കർമ്മപുണ്യങ്ങളെ കൊണ്ടും നമ്മുടെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും കുടുംബ പരദേവതകളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളുടെ പുണ്യങ്ങളെ കൊണ്ടും ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് പുറത്തോട്ട് വരാൻ, ആ ഒരു സർക്കിളിൽ നിന്നും പുറത്തോട്ട് വരാനായിക്കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി അശാന്ത പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷെ എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചിലവർക്ക് സ്ഥാനഭ്രംശങ്ങൾ വരാം എന്നാണ്. കർമ്മരംഗത്തു നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറലാവാം. അന്യദേശ സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ആവാം. ദൂരയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ തൊഴിൽ മേഖലയിൽ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരു ഭാഗത്തുനിന്ന് വലിയ ഗുണമില്ല, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വലിയ ഗുണമില്ല എന്ന് നമുക്ക് കാണുന്ന പക്ഷം അത് മാറി പുതിയ മേഖലയ്ക്ക് കടക്കാനോ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധ്യത ഈ സമയത്ത് പറയുന്നു. അവിടെയും കർമ്മരംഗത്തും ഒരുപാട് ഭാരങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും എന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്നത് നല്ലതാണ്. അങ്ങനെ പറയാനുള്ളൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാത്ത പക്ഷം എല്ലാവരുടെയും ഭാരങ്ങൾ നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നമുക്ക് ഒരു പേരിൻ്റെ ഒരു സ്ഥിതി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. വല്ലാതെ ഒരു ബേഡൻ നമ്മൾ ചുമന്ന് മുന്നോട്ട് പോകുന്നതായിട്ടൊരവസ്ഥയുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത്തരം മനോഭാവങ്ങളൊന്നും നമുക്ക് ശരിയല്ല. അത് നമ്മളെ പരാജയത്തിലേക്കാണ് നയിക്കുക. പേരിൻ്റോ പ്രശസ്തിയിലേക്കോ പുറകിൽ നമ്മൾ പോവാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാതാവിന് അല്പം ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഗുരുജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥാവിശേഷമല്ല ഇപ്പോൾ കാണുന്നത്. ചില പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൽ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. എങ്കിലും മറ്റ് മാർഗങ്ങളോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നമ്മൾ അത്തരം പ്രതിസന്ധികളെ മറികടക്കാനായി കൊണ്ട് ഉള്ള ശ്രമം നടത്തുകയും മനസ്സിനെ സധൈര്യം നമ്മൾ ബലപ്പെടുത്തി ഈശ്വരാധീനമുണ്ടാക്കി വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമായിട്ട് കാണുന്നു. ക്രമേണ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വർദ്ധിക്കും. തൊഴിലുള്ളതായിട്ടുള്ള പരാജയങ്ങളും തടസ്സങ്ങളും ക്രമേണ നമുക്ക് മാറിക്കിട്ടും. ദുഷ്കീർത്തികൾ അപവാദങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പൊതുവിഷയങ്ങൾ ഇടപെടുന്നവരും പൊതുകാര്യങ്ങൾ ഇടപെടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ധനദുർവ്യയം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുമെല്ലാത്തിനും ഒരു ചിട്ടയിലേക്ക് വരേണ്ട ഒരു മാസമാണ് എന്ന് കാണുന്നു. നമുക്ക് കഴിഞ്ഞ കാലത്തുള്ള ഈ മനസ്സിലുള്ള അശാന്തികൾ ആദി വ്യാധികൾ ഇട്ടകരുന്നൊരു സമയമാണ്. പക്ഷേ അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ എല്ലാവർക്കും ഇടവരാശിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പല കാര്യങ്ങളും മനോനിയന്ത്രണം, നമ്മുടെ ഇമോഷനെ നമ്മൾ ബാലൻസ് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നതായിട്ടുള്ള വരുമാനങ്ങളെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരു ഫിക്സഡായിട്ട് എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന ഈ സമയത്ത് നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകൾ വളരെയധികം ഷാർപ്പാവാൻ സാധ്യതയുണ്ട്. ഓവർ തിങ്കിങ്ങും ഈ സമയത്ത്
നല്ലതല്ല. വേണ്ട കാര്യങ്ങളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രസൻറ്റിൽ നമ്മൾ വന്ന് പ്രവൃത്തികളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫ്യൂച്ചറെ പറ്റിയുള്ള വലിയ ആധിവ്യാധികൾ വിട്ട് മനസ്സിൽ എടുത്ത് കളയണം എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് സന്താന ദുരിതങ്ങൾ വരാം, സന്താനങ്ങൾ ഉണ്ടാവായിക മൂലം ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിലവിലുള്ള സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനക്ലേശങ്ങൾ ഈ മാസം കടന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദ്രവ്യനാശങ്ങൾ സംഭവിക്കാം. ചിലവർക്ക് ചില ഈ മതകാര്യങ്ങളിൽ വിഘ്നങ്ങളൊക്കെ സംഭവിക്കാം. നമ്മൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അതെന്തെങ്കിലും വല്ല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമപുരം മാത്രം നമ്മൾ ഈശ്വരനെ സമീപിക്കുക, അല്ലാത്ത പക്ഷമൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു പോവുക, മറ്റതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഭാവത്തിൽ പോവുക എന്നുള്ള രീതികളൊക്കെ മാറ്റി ഇടവരാശിക്കാർ അങ്ങനെയല്ല. ഒരുപാട് ആത്മീയപരമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതായിട്ട് വ്യക്തികളാണ്. വലിയ ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ട് വ്യക്തികളാണ്. സ്പിരിച്വലി എന്നും കണക്റ്റഡ് ആയിരിക്കണം. ഏത് പ്രതിസന്ധികളും ഈശ്വരൻ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വാക്ക് മൂലം ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യത. ഒരു വാക്കായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം നമുക്ക് വരും. നമുക്ക് വരേണ്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ഉപദ്രവിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടേതായിട്ട് തീരുമാനങ്ങളെ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടോ എല്ലാത്തിനും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതുകൊണ്ടോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ചില നിർബന്ധ ബുദ്ധികളോ ഈഗോയിസ്റ്റിക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നമ്മൾ വിട്ടൊഴിയണം. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അവിവേകം മൂലം തിരിച്ചടികൾ നേരിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ല മനോനിയന്ത്രണം വേണം, ക്ഷമാശീലം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ കാലത്തുള്ള എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്താനായിക്കൊണ്ട് തയ്യാറാവണം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്പം ഫേസ് ചെയ്യേണ്ട ഒരു സാധ്യത ഈ വരുന്ന മാസങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് തലവേദന സൃഷ്ടിക്കുന്നതായിട്ട് അവസ്ഥകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയും കരുതലോടെ ഇരിക്കണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. ശനിദോഷ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. വ്യാഴമ്പഴ ദോഷങ്ങൾ നിവൃത്തിക്കുള്ളതായിട്ടുള്ള പരിഹാരങ്ങളും വ്യാഴാഴ്ച വ്രതങ്ങളും എല്ലാം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ചിട്ടുള്ള ഒരു ജപസാധനകളോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ യോഗ മുതലായിട്ട് കാര്യങ്ങളോ അതുപോലെ തന്നെ ഭക്ഷണം മുതലായിട്ട് കാര്യങ്ങളും വ്യായാമങ്ങളും ആവശ്യത്തിലുള്ളതായിട്ടുള്ള റെസ്റ്റൊക്കെ നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകളെ കൊണ്ടുമൊക്കെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും വരാം. ഈ കണ്ടകശിരുടെയൊക്കെ ഒരു ഫലമാണത്. ജന്മവ്യാഴമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം ലഭിക്കുന്നില്ല എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടും. അത് ഈ കാലം അങ്ങനെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ കാലവും നമുക്ക് കടന്നു പോകും എന്നുള്ള ആ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു കൈത്താങ്ങ് എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിക്കും എന്നുള്ളതും ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ട് ഘടകമാണ് എന്ന് പ്രത്യേകിച്ച് ഇടവരാശിക്കാർക്ക് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജനറലി ഈ മാസം പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇടവരാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കടന്നു പോകുന്നതായിട്ട് വിഷയങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടി അന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവരും. മകീരത്തരയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളത് പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അല്പം ചെലവ് വരുന്ന മാസമാണ്. നഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും നമ്മൾ വാങ്ങിക്കലാവാം, അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാവാം. അത് പക്ഷേ ഒരു ഡെഡ് മണിയായിട്ട് കിടക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ എവിടെയും പോയത് സ്റ്റക്കായിട്ട് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കാൻ എന്ന് പറയുന്നു. തലവേദനയോ ശുരുവ്യാധിയോ
നേത്രരോഗങ്ങളോ വരാം, കണ്ണിന് അസുഖങ്ങളൊക്കെ വരാം എന്ന് സൂചിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കുക. ENT പ്രോബ്ലങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില വ്യക്തികളിൽ നിന്നും ചില വിശ്വാസ വഞ്ചനകൾ നേരിടും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സ്ഥാന ചലനം എന്ന് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ഥാനചലനം ഉണ്ടാക്കാനും ശ്രമിക്കലാവാം, ഒരു ട്രാൻസ്ഫറിനൊക്കെ ശ്രമിക്കലാവാം, അല്ലെങ്കിൽ അവിടെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ പുതിയ ജോലിക്ക് മാറലാവാം, അങ്ങനെ പലതും വരാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില വിയോഗങ്ങൾ, കുടുംബത്തിൽ പുറത്തുള്ളതായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ വിയോഗങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിയോഗങ്ങളൊക്കെ വരാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൂരദേശ യാത്രകൾ വരും എന്ന് കാണുന്നു. തീർത്ഥാടനങ്ങളാവാം, മഹാക്ഷേത്ര ദർശനങ്ങളാവാം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിദേശ യോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട യാത്രകളാവാം. ഇതൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ അപകടങ്ങൾ സൂക്ഷിക്കണം. പെട്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വീഴ്ചകളോ അപകടങ്ങളൊക്കെ വരാം. അത് വലുതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥന വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശത്രുക്കൾ തലപൊക്കും എന്നാണ് പറയുന്നത്. അപ്പം അല്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനോനിയന്ത്രണത്തിലിരിക്കുക. നമ്മുടെ വാക്കും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് വിഷമകരമായിട്ട് വരാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് വിരോധം ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നമുക്ക് ഗവൺമെൻറ് തലത്തിലായിട്ട് ചില അംഗീകാരങ്ങളും അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനായി കൊണ്ടുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ ചിലർക്ക് സ്ഥാനം നഷ്ടം വരാം. അർഹിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് കയ്യിൽ വന്നിട്ട് ചിലപ്പോൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും ഈ സമയത്ത് ഉണ്ടാവും എന്ന് പറയുന്നു. എങ്കിലും അത് ക്രമേണ നമുക്ക് പിന്നീട് അത് നമ്മളെ തിരിച്ചെത്തിക്കാൻ അത് ഈശ്വരൻ സഹായിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് കാണുന്നു. ചിലർക്ക് താൽക്കാലികമായിട്ടൊരു മാറ്റത്തിന് ശ്രമിച്ച് അതുവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിയുന്നവരെ തൽക്കാലത്തിൽ ട്രാൻസ്ഫറൊക്കെ ശ്രമിച്ച് അവിടെ പോയ ശേഷം പിന്നെ തിരിച്ചു വരുന്ന രീതി ഒക്കെ അങ്ങനെയും അവസ്ഥകളുണ്ടാവാം. അപ്പോൾ നേതൃത്വ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് നമുക്ക് ഈ മാസം പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു സമ്മിശ്ര ഫലം, ഒരു 50% ഗുണമായിട്ടും ഒരു 50% ദോഷകരമായിട്ടും നമുക്ക് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവ്വസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഗുരുജനങ്ങളെയൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആത്മീയ കാര്യങ്ങളിലും ശുഭകാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായി കൊണ്ട് തയ്യാറാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. മനഃശാഞ്ചല്യങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തും ചില വരുമാനങ്ങളൊക്കെ വരും, പക്ഷെ അതൊരു ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ കലഹങ്ങൾ, വാദപ്രതിവാദങ്ങളൊക്കെ ഒഴിവാക്കുക, അലച്ചിലുകൾ ഒഴിവാക്കാൻ പറയുന്നു, അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എങ്കിലും നമ്മുടേതായിട്ടുള്ള വാദഗതികൾ മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥകൾ വരും. നമ്മൾ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ അത് ശരിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാവും എന്ന് കാണുന്നു. ഈ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല റിലേഷൻഷിപ്പും നമുക്ക് കുറച്ച് ഒരു ഭാരം ഉണ്ടാവുന്ന ചില അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് ശരിയല്ലാത്ത ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ വിട്ട് നമ്മൾ പുറത്തു വരുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളും ഈ സമയത്ത് വരാം. മാതാവിന് അല്പം അരിഷ്ടതകളുണ്ടാവാം. ചിലർക്ക് ഗൃഹനിർമ്മാണങ്ങൾ നടത്താനായിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തും. ഗൃഹം മൂടി പിടിപ്പിക്കുക, പൊളിച്ചു പണിയുക, പുതിയ സ്ഥലത്ത് നമ്മൾ ഗൃഹനിർമ്മാണങ്ങൾക്കായിക്കൊണ്ട് ശ്രമിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് മരാമത്ത് പണികൾ ഈ സമയത്ത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബന്ധുവർഗ്ഗങ്ങളുമായിട്ടും അസ്വാരസ്യങ്ങൾ വരാതെ രമ്യതയിൽ പോകണം. എല്ലാവരെയും നമ്മൾ കൺവിൻസ് ചെയ്യണം, എല്ലാത്തിനെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നത്. വിവാഹമംഗളകർമ്മങ്ങൾ അല്പം കൂടി കാലതാമസം നേരിടും എന്നാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഉദ്യോഗതലത്തിലും മറ്റ് പ്രവൃത്തി മണ്ഡലത്തിലും ബിസിനസ് രംഗത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്ത് നമുക്ക് വരും, പക്ഷെ അത് എവിടെയെങ്കിലും സ്റ്റക്കാവാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു സൂചന ഈ മാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനുവേണ്ടി നല്ല പ്രാർത്ഥനകൾ ഈ സമയത്ത് ആവശ്യമാണ്. ദൈവാധീനം ഉണ്ടാക്കിയെടുക്കണം. വ്യാഴം 12 സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്, 10 രാഹു സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങളും പറ്റാവുന്ന അനുഷ്ഠാനങ്ങളും ജപങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ദൈവാധീനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ പറ്റാവുന്ന ചാരിറ്റികളൊക്കെ ഈ സമയത്ത് ചെയ്യാനായി കൊണ്ട് നമ്മൾ ക്ഷമിക്കണം. അന്നദാനം, വസ്ത്രദാനം, ഗോമൂല്യദാനം, അശരണർക്കും അഗതികൾക്ക് നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പൂർവ്വ കർമ്മദോഷങ്ങൾ അല്പം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ടും നമ്മൾ പല കാര്യങ്ങളിലും
ശ്രദ്ധയും കരുതലും വേണ്ടതുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം നമുക്ക് മിഥുനം രാശിക്കാർക്ക് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. പുണർന്നതിൻ്റെ കാൽഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന കർക്കിടക രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് പറയുന്നത്. സ്വത്തുവകകളൊക്കെ ലഭിക്കേണ്ട സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. കർമ്മരംഗത്ത് നല്ല പേര്, പ്രസിദ്ധി, കാര്യങ്ങൾ, ആയുധവിദ്യകൾ, ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള മേഖലകളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതിനെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത കാണുന്നു. അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ നമ്മളിലേക്ക് വരലാവാം. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞാനങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ അർഹിക്കുന്ന ഒരു സ്ഥാനം നമ്മൾ തേടിയെത്തുമെന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ഒരു അബണ്ടൻസ് നമുക്ക് കാണുന്നുണ്ട്. അത് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കാം വരിക. അത് നമ്മൾ മനസ്സും ഒക്കെ തുറന്നിരിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാം റിസീവ് ചെയ്യാനുള്ളതായിട്ടൊരു മനോഭാവത്തോടുകൂടി നമ്മളിരിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ അധികാരലബ്ധി ഉണ്ടാവും. വിദേശ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗൃഹം വിട്ട് അല്പം ദൂരെ താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വരാം. അത് ജോലിപരമായിട്ട് കാര്യങ്ങൾക്കോ യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വരാം. ആരോഗ്യകാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ ദാമ്പത്യ ക്ലേശങ്ങൾ നേരിടും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പല വിട്ടുവീഴ്ചകളും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. മറ്റ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ലൈഫിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ബന്ധുവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചില മനക്ലേശങ്ങൾ ഈ സമയത്ത് കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അഷ്ടമശനി നടക്കുന്ന കാലഘട്ടമാണുള്ളത്, ശ്രദ്ധിക്കണം. അത് മുഖാന്തരം ചെറിയ ദുഃഖങ്ങളൊക്കെ വരും. വേണ്ടപ്പെട്ട ബന്ധുക്കൾ നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിട്ടുള്ള വിഷമങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അല്പം ദുർവ്യയം, ചെലവും വരാം, അതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ വരുമാനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. കാര്യവിജയങ്ങളുണ്ടാവും. ധനലാഭങ്ങൾ വരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. പലതരത്തിലുള്ള നേട്ടങ്ങളുള്ള മാസങ്ങളായിട്ട് പറയുന്നുണ്ട്. നാനാ വഴികൾ നമുക്ക് തുറന്നു കിട്ടുന്ന ഒരു മാസമാണ്. അപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധ്യതമല്ലല്ലോ. അപ്പോൾ നമ്മളവിടെ വളരെ സെലക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കേണ്ട ഒരു സമയമായിട്ട് പറയുന്നു. അതുപോലെ വാഗ്വിലാസങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും. ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. ആഗ്രഹസിദ്ധികളൊക്കെ ഉണ്ടാവും. ധനലാഭമുള്ള മാസമാണ്. കീർത്തികളും പദവികളും അംഗീകാരങ്ങളും തേടിയെത്തും. ദൂരദേശയാത്രകൾ വന്നു ചേരാനുള്ള സാധ്യത സമയത്ത് പറയുന്നു. പൊതുവെ കുടുംബത്തിൽ ഒരു സമാധാനാന്തരീക്ഷം ക്രമേണ നമുക്ക് വന്നു ചേരും എന്നുള്ളതും രാജബഹുമാനാദി ഗുണങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് പറയുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർ കുറച്ചുകൂടി ചിട്ടയിലേക്ക് വരണം. ഭക്ഷണം, അതുപോലെ തന്നെ വ്യായാമം, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. കൂടുതൽ ഈശ്വരീയമായിട്ട് കർമ്മങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ട സമയമാണ്. കർമ്മദോഷങ്ങളൊക്കെ തീരുന്ന ഒരു സമയമായതുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടും. അതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ എല്ലാവരുടെയും ഒഴിവാക്കേണ്ടതുണ്ട്. ചിലവർക്ക് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് വ്യക്തികൾക്ക് അതൊക്കെ തീർപ്പിലേക്ക് പോകേണ്ട സമയമായിട്ട് പറയുന്നു. ഭൂമി തർക്കങ്ങളോ മറ്റു വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് കോംപ്രമൈസിലൂടെയൊക്കെ നമുക്ക് മീഡിയേഷനൊക്കെ വെച്ചുകൊണ്ട് ക്ഷമിക്കാം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകൾ ഈ സമയത്ത് നമുക്ക് കിട്ടും. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും നമുക്കുണ്ടാവും. ശത്രുക്കൾ മുഖാന്തരമുള്ള ഉപദ്രവങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നു. സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആത്മധൈര്യം വർദ്ധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. രാഹുദോഷ പരിഹാരങ്ങളും ചെയ്യണം. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. സ്പിരിച്വലി കണക്റ്റഡ് ആയാൽ മാത്രമേ ഇപ്പോഴുള്ള നമ്മുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ പൂർണ്ണമായിട്ട് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. മനോധൈര്യം ഉണ്ടാക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിലേക്ക് വരിക. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാനെക്കുറിച്ച് സാധിക്കുമെന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വരുന്നതായിട്ടുള്ള ജനറലായിട്ടുള്ള ഫലങ്ങൾ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്.
മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ചിലവ് കൂടിയിട്ടുള്ള മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്ക് വരാം, ചെറിയ പരാജയങ്ങൾ നേരിടാം എന്ന് തുടക്കത്തിൽ നമുക്ക് ഈ മാസം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ഥിതിയൊക്കെ നമുക്ക് ക്രമേണ മാറിക്കിട്ടും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മാസം പകുതിക്ക് ശേഷം പല മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും എന്നാണ് പ്രത്യേകിച്ച് കാണുന്നത്. പലതരത്തിലുള്ള ലാഭങ്ങൾ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും, കാര്യവിജയങ്ങളുണ്ടാവും, ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം, പലതരം നേട്ടങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ബന്ധുബലം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ബന്ധുക്കൾ മുഖാന്തരം വളരെയധികം ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു വാക്ക് മുഖാന്തരം ചിലപ്പോൾ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വലിയ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ട ആ ഒരു സമയത്തെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് അസ്ഥാനത്താവുകയും അത് പിന്നീട് നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് വളരെയധികം സൂക്ഷിക്കണം. പ്രവാസം ഉണ്ടാവുമെന്ന്, യാത്രകൾ, ദൂരദേശ യാത്രകളാവാം, വിദേശത്ത് ഉള്ള ശ്രമങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നമ്മൾ സ്ഥലം മാറ്റമോ ഗൃഹം മാറ്റമോ ഒക്കെ വരാനുള്ള സാധ്യതകളോ മറ്റ് തീർത്ഥാടനങ്ങളോ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ ധാരാളം മാസം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചെലവുകൾ പ്രത്യേകം നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രവാസികൾക്കൊരു നല്ല സമയമായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. തൊഴിലിൽ ചെറിയ പരാജയങ്ങളോ സ്ഥാനചലനങ്ങളോ ഒക്കെ വരാമെങ്കിലും അത് നമ്മളെ ശ്രദ്ധയും കരുതലോടുകൂടി വേണ്ട സമയത്തുള്ള നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയമാണ്. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു മാറ്റം വരാം. അതുപോലെ തന്നെ ചിലവർക്ക് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ തന്നെ തുടരാം എന്ന് ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില ട്രാൻസ്ഫറുകളൊക്കെ വരാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നിർബന്ധിത ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അത് നമ്മൾ ശ്രദ്ധയും കരുതലോടുകൂടിയും ഇരിക്കേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷണസുഖം, ശയനസുഖം ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. ആരോഗ്യമൊക്കെ വളരെ നന്നാവും. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനെ കൊണ്ട് സാധിക്കും എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കണ്ടകശനിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത് ശനി 7-ൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടതുണ്ട്. അകൽച്ചകൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. ചിലവർക്ക് പല മനക്ലേശങ്ങൾ കുടുംബജീവിതത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്കത് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടാം. അല്ലെങ്കിൽ സ്ത്രീജനങ്ങളാണെങ്കിൽ അവർക്ക് ഭർത്താവിങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ വിഷമതകളോ ദേഹാരിഷ്ടതകളൊക്കെ നേരിടാം. അതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം വളരെയധികം കൺവിൻസ് മുന്നോട്ട് പോകണമെന്നാണ്. വിട്ടുവീഴ്ചകളാണ് ഈ സമയത്ത് കൂടുതൽ വേണ്ടത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മീഡിയേഷൻ മുഖാന്തരം അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഒക്കെ കയറി വരാനും സാധ്യത കൂടുതലാണ്. ചിലർക്ക് എന്തെങ്കിലും അപവാദങ്ങളുണ്ടായി, മനക്ലേശങ്ങളുണ്ടായി, അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ ചില ആയുർഭീതികൾ, എന്തെങ്കിലും ചില അപകടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ വാഹനയാത്രയിൽ ചെറിയ എന്തെങ്കിലും നഷ്ടകഷ്ടങ്ങളോ പ്രശ്നങ്ങളോ വരിക, മറ്റെന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ സമയത്ത് കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് തടസ്സങ്ങൾ തീർന്ന് മുന്നോട്ട് പോകുമെന്നാണ്. കുറച്ച് ഞെരുക്കങ്ങൾ വരാം, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് രാജബഹുമാനാദി ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അംഗീകാരങ്ങളൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. കുടുംബജീവിതത്തിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിൽ വരുന്ന മനക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ തരണം ചെയ്ത് ആ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. പഠിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വിദ്യാഭ്യാസ പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം. അലസത ഒഴിവാക്കണം. പരിശ്രമങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കുകളൊക്കെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം നടക്കും, നമുക്ക് അവസാന നിമിഷം അതെല്ലാം എഴുതിയെടുക്കുക എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ നല്ലവണ്ണം പഠനത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. വിവാഹമംഗളകർമ്മങ്ങൾ ഇപ്പോൾ നടത്താൻ പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് ചിലപ്പോൾ അല്പം നീട്ടിവെക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വൈകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് നമുക്ക് ജനറലി ഈ ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാം കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെറിയ ചെറിയ സംശയങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുന്ന പക്ഷം മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്.
ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സ്ഥാനമാന ലാഭങ്ങൾ പറയുന്നു, ഐശ്വര്യങ്ങൾ വർദ്ധിക്കും, ദേഹാരിഷ്ടതകൾക്ക് ശമനമുണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ളതായിട്ടുള്ള അവസരങ്ങൾ നമ്മളെ തേടിയെത്തും. നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം, അത് മുഖാന്തരം നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷം, നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. ഈ മേലധികാരികളുമായിട്ടും ഒരു അതിർത്തിയും പ്രശ്നങ്ങളും എന്നും ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ ഒരു സമാധാനക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിലാണെങ്കിൽ അത്തരം ഒരു പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് സൂചിപ്പിക്കുന്നു. ചെറിയ മനഃശാഞ്ചല്യം കൊണ്ട് ചില ഭാഗ്യദോഷങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില പെട്ടെന്നുള്ള നഷ്ടങ്ങളോ പരാജയങ്ങളൊക്കെ വരാം എന്നും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ചില മാനഹാനികളോ ചീത്തപ്പേരൊക്കെ ഉണ്ടാവാൻ പറ്റിയിട്ടുള്ള ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരൊന്നും ചില ദേഹോപദ്രവങ്ങൾ, എന്തെങ്കിലും വഴക്കുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സൂചന ഈ മാസം തരുന്നുണ്ട്. പക്ഷേ പെട്ടെന്നുള്ള നമുക്കൊരു സാമ്പത്തികപരമായിട്ട് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരേണ്ട ഒരു സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു വഴിക്ക് ധാരാളം പണം നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതിനെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. സേവിങ്സ് ഒക്കെ തുടങ്ങി വൃത്തിയായിട്ട് അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ അതിനെ പ്രോപ്പർട്ടിയാക്കി മാറ്റി അത് നിലനിർത്തുക. എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകളും ദൈവാനുഗ്രഹങ്ങളും ക്ഷമിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന മനക്ലേശങ്ങളും ആധിവ്യാധികളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. കൂടുതൽ ഈശ്വര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യോഗ, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അവരവരുടെ ജപസാധനങ്ങൾ ചെയ്യണം. ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ജപസാധനങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് കൂടുതൽ നമുക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആവാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനായി കൊണ്ട് സാധിക്കുക എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗാദി അർത്ഥങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ രോഗത്തിന് ശമനമുണ്ടാവും. നമുക്കൊരു വലിയൊരു ഭാരം മനസ്സൊന്ന് ഒഴിഞ്ഞ് അശാന്തി എല്ലാം ഒഴിഞ്ഞ് മനസ്സിന് ശാന്തത ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്നും ജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണർവ് പ്രതീക്ഷിക്കാം. ചെറിയ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന അസ്വാരസ്യങ്ങളും കലഹങ്ങളും മനക്ലേശങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. ചിലവർക്ക് ചില റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള സാഹചര്യങ്ങളും ഈ സമയത്ത് വരാം. അകന്നുപോയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്ന് കൈകൂടി വരുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും ഈ സമയത്ത് ഉണ്ടാവാം. ധനദുർവ്യയങ്ങൾ വരാതെ നോക്കണം. സാമ്പത്തികം വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ജീവിതത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. ചിലർക്കൊരു പ്രവാസം, യാത്ര, ദൂരദേശ യാത്രകൾ വരാം. ക്ഷേത്ര ദർശനങ്ങളാവാം. വിദേശത്ത് പോകുന്ന ശ്രമിക്കുന്ന കാര്യങ്ങളാവാം. ഇതൊക്കെ നടക്കാനും ആത്മീയ യാത്രകളും ഈ സമയത്തുണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതിന് സംബന്ധിക്കുന്നതായിട്ട് പ്രധാനുഷ്ഠാനങ്ങളും ഉപാസനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചിലവർക്ക് അധിക ചുമതലകൾ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി മണ്ഡലത്തിൽ ചില മറ്റുള്ളവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളൊക്കെ നമ്മളെടുത്ത് ചെയ്യേണ്ടതായിട്ട് സ്ഥിതിവിശേഷം ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റപ്പെടുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളും എല്ലാ ഭാരം നമ്മുടെ ചുമലിൽ വരുന്നതായിട്ടൊരവസ്ഥയും അതിൻ്റേതായിട്ടുള്ള ആ ഒരു മനക്ലേശം നമുക്കുണ്ടാവും. ചിലതൊക്കെ നമ്മൾ നോ എന്ന് പറയാൻ നമ്മൾ ശീലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ട് ആവശ്യങ്ങളില്ല. അത് പരാജയത്തിലേക്കാണ് പോവുക. നമുക്ക് പിന്നീട് ആ തൊഴിലിനോടുള്ള മമതയും മറ്റു കാര്യങ്ങളും ആ പ്രവൃത്തിയോടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. വളരെ പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കുക. അതുപോലെ തന്നെ ഈ ആലോചനശൂന്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുന്നത്, എല്ലാത്തിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്,
നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മുടേതായിട്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി ഒരു സെൽഫ് ലവ് ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് പറയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവൂ. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ എന്ന് മറ്റുള്ളവർക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റിലേഷൻഷിപ്പിന് കൂടുതൽ ഒരു പ്രാധാന്യം നമ്മൾ നൽകണം. അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾക്ക് വളരെയധികം നമ്മൾ ഒരു സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ട് ഘടകമാണ്. ആരോഗ്യപരിപാലനം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ചാരിറ്റികൾ നമ്മളെക്കൊണ്ട് ചെയ്യാനെക്കൊണ്ട് സാധിക്കണം. അന്നദാനം, വസ്ത്രദാനം, ഭൂമൂല്യദാനം ഇതൊക്കെ നമ്മൾ ചെയ്യുക. അശരണർക്കോ അഗതികൾക്കോ എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണ സമയത്ത് ചെയ്യുക. അതിലൂടെയൊക്കെ നമ്മുടെ കർമ്മദോഷങ്ങളെ മാറ്റിയെടുക്കാനെ കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മഹാക്ഷേത്ര ദർശനങ്ങളോ പുണ്യസ്ഥലങ്ങളോ ഒക്കെ ദർശനം ചെയ്യാനുള്ളതായിട്ടുള്ള യോഗങ്ങളും നമ്മൾ മിസ്സാക്കരുത് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ജനറലി നമുക്ക് കന്നിരാശിക്കാർക്ക് പറയാനുള്ള വിവരങ്ങൾ. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. ചിത്രയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന് മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, കാര്യസിദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. അധികാരികളുടെ അതൃപ്തി നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അതുപോലെ തന്നെ ചിലവർക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും ഭയങ്ങളോ അപകടങ്ങളോ രോഗങ്ങളോ, ചിലർക്ക് പെട്ടെന്നുള്ള വല്ല സർജറി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങളോ ഒക്കെ കടന്നു പോവാം. തലവേദന, ഉറക്കക്കുറവുകൾ, കണ്ണിന് ദീനം ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അസ്ഥി സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ, എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ എല്ല് തേയ്മാനം പോലുള്ളതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരീരത്തിൽ പിത്താധിക്യം കൂടുന്നതുകൊണ്ട് തന്നെ ഉഷ്ണം, അതുപോലെ തന്നെ കഫം കൂടുന്നതുകൊണ്ട് തന്നെ കഫത്തിൻ്റെയും പിത്തത്തിൻ്റെയും ചില അസ്കിതകൾ ഈ സമയത്ത് കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചില ആപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവർ, സാഹസപ്രവർത്തിക്ക് നിൽക്കുന്നവർ, മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടപെടുന്നതായിട്ട് വ്യക്തികൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ വാചാലത കൂടും എന്നാണ് പറയുന്നത്. എല്ലാത്തിലും കയറി അഭിപ്രായം പറയാൻ നിൽക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും പലവിധത്തിലുള്ള ധനാഗമങ്ങൾ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. കാര്യവിജയം ഉണ്ടാവും. അത് നമ്മളായിട്ട് നോക്കി നടത്തുന്ന പല കാര്യങ്ങളും വളരെയധികം അത് ഗുണകരമായിട്ട് വരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. വിവാദങ്ങളൊന്നും വാദപ്രതിവാദങ്ങളൊന്നും ഒഴിവായിട്ട് നിൽക്കുക. പുതിയ വ്യക്തിബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ധനലാഭം നമുക്കുണ്ടാകുമെങ്കിലും അത് വേണ്ടതിൽ കൈകാര്യം ചെയ്യണം. ചില വ്യക്തികൾക്ക് ചില വിശ്വാസവഞ്ചന ഈ സമയത്ത് കടന്നു പോകും. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മളെന്തെങ്കിലും സഹായിച്ചതോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ കൊടുത്തതോ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ നമുക്ക് ലഭിക്കായികയോ അത് ഒരു ചീറ്റിംഗ് ആയി നിൽക്കുന്ന ചില അവസ്ഥകളിലേക്ക്, ചില വിശ്വാസ വഞ്ചനകളിലേക്ക് കടന്നു പോകും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് തിരിച്ചെടുക്കാനായി കൊണ്ട് മറ്റുള്ളവരുമായിട്ട് വിഷമം വരാതെ പിണങ്ങാതെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്ഷമാശീലങ്ങളും ഈ സമയത്ത് വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ വരാം. എല്ലാത്തിനും ഡിലേ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ പെട്ടെന്നുള്ള നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില നല്ല കാര്യങ്ങളും ഈ മാസം വന്നു ചേരും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ ചിലർക്ക് ജോലിയുടെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വസ്തുവാഹനങ്ങളൊക്കെ വാങ്ങിക്കലാവാം. ചിലർക്ക് ദൂരെ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതാവാം. അങ്ങനെ എന്തെങ്കിലും ശുഭകാര്യങ്ങളാവാം. പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് ഒരു നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കയറി വരും എന്നാണ് സമയത്ത് പറയുന്നത്. ദൈവപ്രീതി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലത്തുള്ള പ്രതിസന്ധികളെ ആലോചിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യം പരിപാലിക്കണം. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് മതസ്ഥരാണെങ്കിലും ആ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. യോഗ, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ജപസാധനങ്ങളിലേക്ക് കടക്കണം. രോഗശാന്തിക്കായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ പുരോഗതിക്കായിക്കൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ദൂരദേശയാത്രകളൊക്കെ സഫലമാവും. അതുപോലെ തന്നെ ഈ മറ്റുള്ള ഈ കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർ മുഖാന്തരം ചില മനക്ലേശങ്ങളും വരാം.
ചിലർക്ക് സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചെറിയ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഈ സമയത്ത് കടന്നു പോകാനുള്ള സാധ്യതകൾ ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. തെറ്റുകൾ ചെയ്യാനുള്ളതായിട്ട് വാസനയിലേക്ക് നമ്മൾ കിടക്കരുത്. ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ആരോഗ്യപരിപാലനം ശ്രദ്ധിക്കണം. പോസിറ്റീവായിട്ട് ചിന്തകളും പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പറ്റാവുന്ന ചാരിറ്റികൾ നമ്മൾ ചെയ്യുക. അന്നദാനം, വസ്ത്രദാനം ഒക്കെ നമ്മൾ ഈ സമയത്ത് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ധർമ്മകാര്യങ്ങൾക്കായിക്കൊണ്ട് നമ്മൾ ധനം വിനിയോഗിക്കണം. അതേപോലെ ആരോഗ്യപരിപാലനത്തിന് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് പ്രശ്നങ്ങളെയൊക്കെ മാറ്റി എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ജനറലി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, പെട്ടെന്നുള്ള ആപത്തുകൾ ഉണ്ടാവും. അത് ഒഴിഞ്ഞു കിട്ടും എന്നും പ്രത്യേകിച്ച് പറയുന്നു. നമ്മൾ പറയുമല്ലോ, കണ്ണ് തട്ടം പിരികെ തട്ടിപ്പോയി എന്നൊക്കെ പറയുമല്ലോ. അത്തരം ചില അനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം, സൂക്ഷിക്കണം. അല്പം ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പെട്ടെന്നുള്ള അസുഖങ്ങൾ പുറപ്പെടാം. അപ്പോൾ തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ സമയത്ത് ഫലപ്രദമാക്കേണ്ടതുണ്ട്. നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ആവാം. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നോ നമ്മുടെ കൂടെയുള്ളതായിട്ട് വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളിൽ നിന്നോ ഉണ്ടായി അത് വലിയൊരു ഇഷ്യൂവിലേക്ക് പോകാനുള്ള സാധ്യത, തർക്കത്തിലെ കൂട്ടത്തിലേക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മാസം വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പറയുന്നു. ചിലർക്ക് ചില മാനാഭിമാനത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമം ഉണ്ടാവും. അത് ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികപരമായിട്ട് അല്പം ക്ലേശം നേരിടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചില വ്യക്തികളുടെ വിരഹം മനസ്സിന് ദുഃഖമുണ്ടാക്കും. സ്വന്തം ബന്ധങ്ങൾ നമ്മളെ വിട്ടകലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഒറ്റപ്പെടുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും. ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റാത്ത ചില വിധിവിശേഷങ്ങളുണ്ടാവും. നല്ലത് ചെയ്യേണ്ടതായിട്ട് വ്യക്തികളുമായിട്ട് നമുക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നതായിട്ട് ചില അവസ്ഥകളും ഈ സമയത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വല്ലാതൊരു ഭാരം മനസ്സിന് വരുന്ന ഒരു മാസമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എങ്കിലും ഈ ശത്രുക്കൾ എന്നുള്ളതായിട്ട് ഉപദ്രവങ്ങൾ ക്രമേണ തീരാൻ സാധ്യതയുണ്ട്. ക്രമേണ നമുക്കൊരു സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന അസ്വസ്ഥതകൾ ക്രമേണ ഒന്ന് മാറിക്കിട്ടും. ചിലർക്ക് വിവാഹ സിദ്ധി ഉണ്ടാകും. വിവാഹമംഗളകർമ്മങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേക പ്രതിസന്ധികൾ ഉണ്ടാവില്ല. എങ്കിലും ഈ കലഹങ്ങൾ ആവശ്യമില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ ഈ വാദപ്രതിവാദങ്ങളും കലഹങ്ങളും അനാവശ്യമായിട്ടുള്ള വാശികളും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കർമ്മതടസ്സം, ജോലിയിൽ പല പ്രതിസന്ധികളും ഈ സമയം നേരിടും. വരുമാനങ്ങളെ ബാധിക്കും. ഒന്നിലും ഒരു സ്ഥിരത ഈ സമയത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ മനസാന്നിധ്യം വീണ്ടെടുക്കാനായി കൊണ്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടിവരും എന്നാണ്. മനസ്സ് വിട്ട് ആലോചിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും വല്ലാതൊരു മനസ്സിലേക്കൊരു ഭാരം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥകളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ മറ്റുള്ളവരെ നമ്മൾ പഴിചാരാതെ മറ്റുള്ളവർക്ക് ദ്രോഹം വരണം എന്ന് നമ്മൾ വിചാരിക്കാതെ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തിരുത്താനായിക്കൊണ്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കിയെടുക്കലും അതൊന്നും വഴിമാറി പോസിറ്റീവായിട്ട് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കലും വളരെ പോസിറ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കലുമായിരിക്കും ഉചിതമായിട്ടുള്ള കാര്യം. അല്ലാതെ എല്ലാത്തിനെയും നമ്മൾ മറച്ചു വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ചിലവർക്ക് അല്പം സ്ഥലം മാറ്റം, ഗൃഹം മാറ്റം ഒക്കെ വരാം. സന്താനങ്ങൾക്ക് അല്പം ക്ലേശങ്ങൾ ഈ സമയത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പദ്ധതികളൊക്കെ നമ്മുടെ പ്ലാനുകളൊക്കെ അല്പം ചേഞ്ച് ചെയ്യുന്നതായിട്ട് വരും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചിന്തിച്ച പ്ലാനുകളോ നടപ്പിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് പുതിയ പ്ലാനൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകാനെ കൊണ്ട് തയ്യാറാവും എന്നാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാവുമെങ്കിലും നമുക്ക് ഒരു അത്യാവശ്യത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ ഈ സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ പുതിയ ജോലിയിലേക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല കാലഘട്ടമായിട്ട് പറയുന്നു.
നിലവിൽ ഗവൺമെൻറ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗ തലത്തിലിരിക്കുന്നവർക്കും ജോലിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ചിലർക്ക് ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ ദാമ്പത്യ സൗഖ്യമുണ്ടാവും, ശരീര സൗഖ്യമുണ്ടാവും, ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് പ്രത്യേകം സൂചിപ്പിക്കുന്നു. കണ്ടകശനി നടക്കുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ദോഷങ്ങൾക്ക് നിവൃത്തി വരുത്തുകയും നല്ല ദൈവാധീനം ഉണ്ടാക്കുകയും ഒരു ചിട്ടയിലേക്ക് വരേണ്ടതും അത്യാവശ്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വളരെ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും നമ്മൾ ചെന്ന് അകപ്പെടും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് വരുന്ന ഫലങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, മറുപടി കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. മൂലം പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് 2024 ഓഗസ്റ്റ് മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്നുള്ള ദേഹപീഡകൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നത് സൂക്ഷിക്കുക. സ്ത്രീജനങ്ങളുമായിട്ട് വെറുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളാണെങ്കിൽ ആണുങ്ങളുമായിട്ടും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീജനങ്ങളുമായിട്ടും ഒക്കെ വെറുപ്പുകൾ പരസ്പരം ഉണ്ടാകാൻ സാധ്യത ശ്രദ്ധിക്കുക. അധികാരികളുടെ അടുത്ത് വർത്തമാനം പറയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അതൃപ്തി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാദപ്രതിവാദങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് പണിഷ്മെൻ്റൊക്കെ വരാൻ, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെ വരാൻ പറ്റിയിട്ടുള്ള സമയമാണ്. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം പ്രശ്നത്തിനൊക്കെ കാരണം. അപ്പോൾ നമ്മൾ ഈഗോയിസ്റ്റിക് ആവരുത്, അതൊക്കെ വിട്ട് ക്ഷമയോടിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ശത്രുക്കൾ മുഖാന്തരം ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ സമയത്ത് നേരിടും എന്നാണ് പറയുന്നത്. ശത്രുക്കളെ തലപൊക്കും. അനാവശ്യ കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് മറ്റുള്ളവർ തിരിച്ചെടുക്കുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളോ അത് മുഖാന്തരം ചില വ്യവഹാരങ്ങളോ കോടതി നടപടികളോ ഒക്കെ ഉണ്ടാവാൻ, നിയമപരമായിട്ട് പ്രശ്നങ്ങളോ ഫേസ് ചെയ്യാൻ സാധ്യത ഈ സമയത്ത് പറയുന്നു. എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മാസമല്ല. ആരോഗ്യപരമായിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മനോനിയന്ത്രണം, ആരോഗ്യ പരിപാലനം ഇതൊക്കെ ഈ സമയത്ത് വേണ്ടതുണ്ട്. ക്ഷമാശീലം വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഗൃഹം ഒന്ന് മാറി അന്യഗ്രഹത്തിൽ താമസിക്കാനോ അല്ലെങ്കിൽ ചെറിയ ട്രാൻസ്ഫറൊക്കെ ഉണ്ടായി മറ്റേടത്തെ സ്ഥലത്ത് താൽക്കാലികമായിട്ടുള്ള ചില മാറ്റങ്ങൾക്കൊക്കെ വരേണ്ട മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെപ്യൂട്ടേഷനോ കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ധനലാഭങ്ങൾ ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. കുടുംബത്തിൽ സമാധാനം അന്തരീക്ഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമുക്ക് ക്രമേണ വന്നു ചേരും എന്നും എല്ലാം പ്രാർത്ഥനയും വഴിപാടിലൂടെ നമുക്ക് ദോഷങ്ങളെ നിവൃത്തിപ്പെടുത്താനായിക്കൊണ്ട് സാധിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കൃഷി നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ധനധാന്യ വർധനവും മനസ്സുഖങ്ങളും കാര്യസിദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും ബിസിനസ് പരമായിട്ടുള്ള അഭിവൃദ്ധിയും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് നല്ല പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിട്ട് പറയുന്നു. എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ സമയത്ത് പറയുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള സമയമായിട്ടാണ് പ്രത്യേകിച്ച്. എല്ലാത്തിനും ലീഡ് ചെയ്യാനുള്ള ചില കഴിവുകൾ, അതെന്തെങ്കിലും ഓർഗനൈസേഷനൊക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ മാതാവിന് ചെറിയ അരിഷ്ടതകൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനയാത്രയിൽ ചെറിയ അപകടങ്ങളൊക്കെ പറ്റാം, അത് സൂക്ഷിക്കണം. ബന്ധുക്കളുടെ വിയോഗം മനസ്സിന് ദുഃഖം ഉണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. തൊഴിലുള്ള ചെറിയ തടസ്സങ്ങൾ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നല്ല പരിശ്രമത്തോടുകൂടി നമുക്കത് മാറ്റിയെടുക്കാനെക്കൊണ്ട് സാധിക്കും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ചില മാറ്റങ്ങളും ആവാം, അതൊക്കെ നന്നായിട്ട് നടക്കും. അതുപോലെ സുഖഭോഗങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വസ്തുവകകളൊക്കെ വാങ്ങിച്ചേർത്തുക, ആഡംബരതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാശ് ചിലവാക്കുക, അതിനൊക്കെ പറ്റിയിട്ടുള്ള മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ഈ ഒരുപാട് മത്സരങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് നല്ലതല്ല, അത് പരാജയത്തിലേക്ക് പോവും എന്ന് വാദപ്രതിവാദങ്ങളും ചെയ്യുന്നതൊന്നും ഈ സമയത്ത് നല്ലതല്ല. അത് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക. മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ജപസാധനകൾ ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധ വേണം.
തീർത്ഥയാത്രകൾ ഈ സമയത്ത് നല്ലതാണ്. ദൂരദേശ യാത്രകൾ നല്ലതാണ്. മഹാക്ഷേത്ര ദർശനങ്ങൾ നല്ലതാണ്. അശരണർക്കും അഗതികൾക്കും എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ നടത്തി അതിൻ്റേതായിട്ടുള്ള പുണ്യാംശങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പക്ഷം കർമ്മദോഷങ്ങൾ മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് രാഹുവിധക്കളുടെ കേന്ദ്രസ്ഥിതിയും പ്രത്യേകിച്ച് വ്യാഴകാല് സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളായതുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങളും ഷഷ്ടി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് നല്ലതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഫലങ്ങളൊക്കെയാണ് ധനുരാശിക്കാർക്ക് ഈ മാസം ജനറലി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാ അറിവുകളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ്. ഉത്രാടത്തിൻ്റെ കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരക്കൂറുകാർക്ക് 2024 ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ, ദൂരദേശ യാത്രകൾ വരും. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ഉദര സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു പോകാം. പെട്ടെന്നുള്ള ഒരു മനക്ലേശങ്ങളോ മനഃചാഞ്ചല്യങ്ങളോ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പെട്ടെന്ന് ചിലപ്പോൾ എടുത്തിയാട്ടം, ദേഷ്യം, കോപമൊക്കെ വരാം. ദാമ്പത്യ കലഹങ്ങൾ വരാം. സൂക്ഷിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ക്ഷമാശീലം വർദ്ധിപ്പിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. എങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു മാസമായിട്ട് കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു മാസമാണ്. ചിലർക്ക് സന്താനങ്ങളെക്കുറിച്ച് ചെറിയ മനക്ലേശങ്ങൾ ഈ സമയത്ത് കടന്നു പോകാം. ചിലർക്ക് പെട്ടെന്നുള്ള കുടുംബത്തിൽ എന്തെങ്കിലും വിരഹങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അനാവശ്യ ചിന്തകൾ, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ജപസാധനങ്ങൾ ചെയ്യണം. ഇടർശനി കഴിയുന്നൊരു സമയമാണ്. ഒരു കാര്യങ്ങളും നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതായിട്ടൊരു അവസ്ഥകളുണ്ടാവും. എത്ര പരിശ്രമിച്ചാലും അത് റിസൾട്ട് കിട്ടുന്നില്ല എന്നായിട്ട് അവസ്ഥകളുണ്ടാവും. എത്ര കണ്ട് നമുക്ക് സാമ്പത്തിക സ്ഥിതി വന്നാലും അതൊന്നും കൈ നിൽക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാവും. ഇതൊന്നും ഇപ്പോൾ സ്റ്റേബിൾ ആവാൻ പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ ശ്രദ്ധയോടും കരുതലോടും കൂടി അത് നിലനിർത്തി മുന്നോട്ട് പോകാനായി കൊണ്ടുള്ള ശ്രമങ്ങളാണ് ഈ സമയത്ത് വേണ്ടത്. നല്ല സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാനെ കൊണ്ട് സാധിക്കും. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനമുണ്ടാവും. ചിലർക്ക് കുടുംബം മാറി താമസിക്കാനുള്ള യോഗങ്ങൾ വരും. അതുപോലെ തന്നെ കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ആഗ്രഹത്തിൽ ക്രമേണ മനസ്സുഖങ്ങളും ദേഹസുഖങ്ങളൊക്കെ നമുക്ക് വരും. ഐക്യം വരും. സൽകീർത്തി, ഐശ്വര്യങ്ങൾ, സ്ഥാനമാന ലബ്ധി ഇതൊക്കെ ഉണ്ടാവും. പഠിതാക്കൾക്ക് ഒരു നല്ല സമയം തന്നെയാണ്. വിവാഹ മംഗളകർമ്മങ്ങൾ, തീരുമാനങ്ങളൊക്കെ നല്ലത് വരാനുള്ള സാധ്യതയും ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഒരു ധനസമൃദ്ധി, ഗൃഹവാഹന ലാഭങ്ങൾ, ദാമ്പത്യ സൗഖ്യം എന്നൊക്കെ നമുക്ക് ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ നഷ്ടങ്ങളോ എന്തെങ്കിലും കുടുംബത്തിലെ ചില ബുദ്ധിമുട്ടുകളോ മനക്ലേശങ്ങളോ നേരിടാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ്. കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ ദുർഭാഷണങ്ങളൊക്കെ സൂക്ഷിക്കണം. വാക്ക് മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഈ മാസാവസാനം വളരെയധികം സൂക്ഷിക്കണം എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. ചിലർക്ക് പെട്ടെന്നുള്ള വ്യവഹാരങ്ങളോ പ്രശ്നങ്ങളോ കയറി വരും. ഭൂമി തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ കയറി വരാം. സ്വത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ കയറി വരാം. സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട പല തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഈ സമയത്ത് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. സുഖഭോഗങ്ങൾക്ക് നമുക്ക് എന്താ പറയുക, ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടന്നു കിട്ടും എന്നും അർഹിക്കുന്ന അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും കർമ്മരംഗത്ത് നമ്മളെ വന്നു ചേരും എന്നുള്ളതും ഗുരുകാരണവന്മാരുടെ ആരോഗ്യം മുതലായിട്ട് കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതും കഴിഞ്ഞ കാലത്തുള്ളതായിട്ടുള്ള വലിയ വിഷമതകളും നമുക്ക് പരാധീനതകളൊക്കെ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. ക്രമേണ ഭാഗ്യയോഗങ്ങളൊക്കെ നമുക്ക് വരും. അതുപോലെ തന്നെ ധർമ്മകാര്യങ്ങളൊന്നും വ്യതിചലിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. നമുക്ക് ഈശ്വരാധീനം കുറയുക, അല്ലെങ്കിൽ ഈശ്വര്യമായിട്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരാതിരിക്കുക, എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു പോകാനുള്ളതായിട്ടൊരു മനോഭാവം വരിക, അതൊന്നും നല്ലതല്ല തീർച്ചയായിട്ടും. കാരണം ഈ സമയത്ത് കൂടുതൽ ദൈവികത നമുക്ക് ഉണ്ടാക്കി കർമ്മദോഷങ്ങൾ നീക്കേണ്ട സമയമായതുകൊണ്ട് മനസാന്നിധ്യം വീണ്ടെടുത്ത് കൂടുതൽ ശ്രദ്ധയും കരുതലും ഉണ്ടായി കുറച്ചെങ്കിലും സമാധാനത്തോടു കൂടി ഇരുന്ന് ജപസാധനങ്ങൾ ചെയ്യേണ്ട ഒരു സമയം നമുക്ക് കണ്ടെത്തണം. നിത്യം അത് പ്രാക്ടീസ് ചെയ്യും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഉപാസനപരമായിട്ട് കാര്യങ്ങൾ ഭംഗം വരാതെ നിഷ്ഠയോടുകൂടെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതും ആരോഗ്യപരിപാലനവും ക്ഷമാശീലവും ഒക്കെ വേണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രതിസന്ധിയിൽ മറികടക്കണം. കാരണം ഏഴരശനിയുടെ ഒരു അവസാന കാലഘട്ടമായതുകൊണ്ട് പലതും നമുക്കിങ്ങനെ കൈവിട്ടു പോകുന്നു എന്നുള്ളതായിട്ട് ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള ജനറലായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോ താഴെ ചോദിക്കുന്ന പക്ഷം മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ജാതക പരിശോധന നടത്തി നമ്മൾ തീരുമാനം എടുക്കേണ്ടതാണ്. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയും പൂരോരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ ആരോഗ്യപരിപാലനം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എങ്കിലും രോഗത്തിന് ശമനമുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശത്രുകൃതമായിട്ടുള്ള പ്രവൃത്തി ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോവാനും സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. പലതരത്തിലായിട്ട് ദുഃഖങ്ങളോ വിഷമങ്ങളോ കയറി വരാമെങ്കിലും ഏഴരശനിയുടെ ആദ്യ കാലഘട്ടങ്ങൾ അനുഭവിക്കുന്നവരും മൂന്നാം ഘട്ടം അനുഭവിക്കുന്നവർക്കുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതകളെ സമയത്ത് പറയുന്നത്. ഏഴരശനി രണ്ടാം ഘട്ടത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങൾ അത്ര തന്നെ പ്രതിസന്ധികൾ നേരിടുന്നതായിട്ട് കാണുന്നില്ല. അഭിവൃദ്ധിക്കും ഉള്ള ഒരു സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റു രണ്ട് വ്യക്തികളും പ്രത്യേകം എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഒന്നാം ഘട്ടം അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മനക്ലേശങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളുമാണ്. മൂന്നാം ഘട്ടം അനുഭവിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ആദിവ്യാധികളും ആയിരിക്കും കൂടുതലായിരിക്കുക എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും ഉപാസനകളും എല്ലാം ചെയ്ത് ധർമ്മകാര്യങ്ങൾ ചെയ്ത് ചാരിറ്റിയെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടത് ഈ പ്രശ്നങ്ങളെ ഈ കർമ്മദോഷങ്ങളെ മറികടക്കേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ നമുക്ക് വരും. എല്ലാത്തിനും ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാസാന്തരം നമ്മൾ നല്ലവണ്ണം ഗണേശപ്രീതി വരുത്തി ഗണപതിക്ക് വേണ്ടുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും ഗണപതി ഹോമം മുതലായിട്ട് കാര്യങ്ങളെല്ലാം നടത്തുകയും ശനിദോഷ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം, കലഹങ്ങൾ ഒഴിവാക്കുക. കുടുംബ ജീവിതത്തിൽ നമുക്ക് ചെറിയ ക്ലേശങ്ങളോ മനക്ലേശങ്ങളോ കയറി വരാം, അത് വളരെയധികം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടി പല പരിശ്രമങ്ങളും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാനെ കൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും എന്ന് സൂചിപ്പിക്കുന്നു. യാത്രകൾ വേണ്ടിവരും, ദൂരദേശ യാത്രകൾ ചെയ്യാനുള്ള സാധ്യത പറയുന്നു. കഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിലും നമ്മൾ കയറി ബിസിനസ് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയത്ത് ചെയ്യരുത്. നഷ്ടത്തിലേക്കാണ് പോവുക. ജോലിപരമായിട്ട് കാര്യങ്ങളാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള തൊഴിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ അത്ര കണ്ട് ലാഭങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മാസമല്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എങ്കിലും ഈ സമയത്ത് മറ്റു കാര്യങ്ങൾക്ക് ഗൃഹം വാങ്ങിക്കുക, മൂടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ചെയ്യുക, സ്ഥലത്തിൻ്റെ ക്രയവിക്രയങ്ങൾ ഈ സമയത്ത് നടക്കുക, വസ്തുവാഹനങ്ങളൊക്കെ ഈ സമയത്ത് വാങ്ങിക്കുക, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ളതും കാണുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മറികടക്കും. അതുപോലെ പുതിയ തൊഴിൽ തുടങ്ങാനുള്ള ചില കൂടിയാലോചനകളൊക്കെ ഉണ്ടാവും. കുടുംബത്തിൽ നിന്നും പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങളും അത് മുഖാന്തരം നമുക്ക് വന്നു ചേരേണ്ടതായിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല നഷ്ടങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ജന്മശനി കാലമാണല്ലോ, അപ്പം നല്ലവണ്ണം ആരോഗ്യപരിപാലനം വളരെയധികം ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്യണം. അശ്രണ്ടൊക്കെ അഗതികൾക്കും സഹായം ചെയ്യുന്നത് നല്ലതാണ്. അന്നദാനം, വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തു പോകുന്നതും നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനെ തന്നെ ലീഡ് ചെയ്യാനുള്ളതായിട്ടുള്ള ചില ചുമതലകൾക്ക് ഈ സമയത്ത് വരിക, അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ കർമ്മരംഗത്ത് വരിക, ഇതൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. ചെറിയ അപകടങ്ങൾ, വാഹനയാത്രകൾ ഒക്കെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയും. പെട്ടെന്നുള്ള സർജറിയൊക്കെ ചിലവർക്ക് കടന്നു പോകും. എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല. കാരണം 4 ചൊവ്വയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒത്തിരി സാഹസികതയൊക്കെ കാട്ടിയിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ അസ്ഥാനത്താവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക.
എല്ലാത്തിനും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. വാശി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എല്ലാവരും ക്ഷമാശീലം വർദ്ധിപ്പിക്കുക, ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് കാണുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഭഗവത് പ്രീതി ഉണ്ടാക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. പൂരോരുടത് കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമാണ്. ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാവും. എങ്കിലും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു മനക്ലേശം ഈ മാസം കടന്നു പോകാം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക. ദേഹാരിഷ്ടതകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുക്കൾ അല്പം തലപൊക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശത്രുതയുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ, ശത്രുക്കൾ നമ്മളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളതായിട്ട് ചിന്തകളൊക്കെ സമയത്തുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഉദരരോഗം ശ്രദ്ധിക്കണം. ഈ സന്ധിവേദന, മുട്ടുവേദന, കാലുവേദന, നാഡീബലക്കുറവ്, പെട്ടെന്നുള്ള ക്ഷീണം, തളർച്ച, വയ്യായ, ചിലപ്പോൾ ലോ ബി പി പോലുള്ളതായിട്ട് പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ വാതജന്യമായിട്ട് അസുഖങ്ങൾ ഈ സമയത്ത് കടന്നുകൂടാം. ശരീരത്തിൻ്റെ ക്ഷീണം, തളർച്ച, വയ്യായ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതിനുള്ള തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലവിധ സഹായങ്ങൾ ചില വ്യക്തികളും നമുക്ക് ലഭിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും വേഗത്തിൽ നടക്കുന്നതായിട്ടൊരു കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്കൊരു മനസമാധാനം, അതൊരു ആത്മവിശ്വാസം കൂടാനുള്ളതായിട്ട് സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിലാണ് പ്രത്യേകം ശ്രദ്ധ വേണ്ടത്. ചിലർക്ക് ഈ പുരുഷന്മാർക്ക് ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ മനക്ലേശങ്ങളോ, ചിലപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിക്കേണ്ടതായിട്ട് സാഹചര്യങ്ങളോ ഒക്കെ വരാം. സ്ത്രീജനങ്ങളാണെന്നെങ്കിൽ ഭർത്താവുമായിട്ട് അല്പം എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ സമയത്ത് വരാം. അല്ലെങ്കിൽ പറഞ്ഞ ദേഹാരിഷ്ടത, മനക്ലേശങ്ങളോ സമയത്ത് വരാം. പ്രത്യേകിച്ചത് അപവാദങ്ങളോ പ്രശ്നങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുടെ ഇടപെടൽ മുഖാന്തരം ചിലവർക്ക് വളരെയധികം മനക്ലേശങ്ങൾ ഈ സമയത്ത് കടന്നു പോകാനുള്ള സാധ്യതയും സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ കാര്യതടസ്സങ്ങൾ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രാർത്ഥനകളും ഉപാസനയും ഒക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശത്രുക്കളൊന്നും ജയമുണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിട്ടും കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ ചില വിയോഗങ്ങൾ മനസ്സിന് ദുഃഖമുണ്ടാക്കും എന്ന് പറയുന്നു. ഏടർശനി തുടങ്ങിയ കാലഘട്ടങ്ങളായതുകൊണ്ട് സാമ്പത്തിക ചെലവുകൾ നമ്മൾ എത്ര കണ്ട് നിയന്ത്രിച്ചാലും അതൊരു നിയന്ത്രണാധീനത്തിൽ വരില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ വേണ്ട കാര്യങ്ങൾക്ക് മാത്രം അത് ചിലവാക്കാനായിക്കൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അധിക വരുമാനങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ടാവില്ല, പക്ഷേ അതൊക്കെ നഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതും പ്രത്യേകം സൂക്ഷിക്കണം. അപ്പോൾ വലിയ ബാധ്യതകൾ വരുത്താതെ, വലിയ കടബാധ്യതകളൊന്നും എടുത്ത് പല കാര്യങ്ങൾ ചെയ്യാതെ, പ്രത്യേകിച്ച് ബിസിനസ്സോ കാര്യങ്ങളോ ഈ സമയത്ത് അധികം ചെയ്യാതെ, അതേപോലെ മറ്റെന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട്സോ മുതലായിട്ട് കാര്യങ്ങളിലൊക്കെ ഷെയർ മാർക്കറ്റിലൊന്നും അധികം ഈ സമയത്ത് നിക്ഷേപിക്കാതെ വളരെയധികം ശ്രദ്ധ കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ധാരാളം യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ക്ഷേത്രദർശന വഴിപാടുകളോ ദൂരദേശ യാത്രകളോ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ആരോഗ്യ പരിപാലനത്തിൽ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ പ്രവൃത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ട ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. അതിനുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഏഴരശനി ദോഷങ്ങൾ നടക്കുന്ന കാലഘട്ടമായി രാഹുകേതുക്കളുടെ ദോഷമൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുക. ജപം, അനുഷ്ഠാനം, ധ്യാനം ഇതൊക്കെ പരിശീലിക്കുക. വ്യായാമങ്ങൾ ഈ സമയത്ത് വേണം. അന്നദാനം, വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ചെയ്യണം. അതുപോലെ ഈ പറഞ്ഞ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നല്ലതാണ്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പൊതുവിഷയങ്ങൾ തലയിടുന്നതും അത്രയ്ക്ക് നല്ലതല്ല.
അപവാദങ്ങളെന്നും അപമാനങ്ങളെന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് ഈ മാസം സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ അറിവുകൾ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആസ്ട്രോ മലയാളം ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേകിച്ച് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒരു കാലത്തും എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവണം. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ചെയ്തിട്ട് എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. എല്ലാത്തിനും ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് അതാ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം കാണുക, അഭിപ്രായങ്ങൾ അറിയുക, ബന്ധുമിത്രാദികളിൽ ഷെയർ ചെയ്യുക. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് വാട്സപ്പിൽ ആരും ചോദിക്കരുത്. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും മറുപടി നൽകി വരുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടുക. അതൊരു പേയ്മെൻറ്റ് സർവീസാണ്. അതുകൊണ്ട് ഫീസ് സഹിതം മാത്രം വാട്സപ്പിൽ ബന്ധപ്പെടുക. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിട്ട് വരാവുന്നതാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാകാനെ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ചാനൽ വളരെയധികം ഉന്നതമായിട്ടൊരു വിജയം കൈവരിക്കാനെ കൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഒരു കാലത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യം ഉണ്ടാവാനെ കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതം